കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ UDSF നേടിയത് ചരിത്ര വിജയം. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ യുവതയുടെ പിന്തുണ UDFന് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. യൂണിയൻ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് വനിതയെ കൊണ്ടുവന്നതിലൂടെ മുസ്ലിം ലീഗും കൃത്യമായ രാഷ്ട്രീയ സന്ദേശം കൈമാറും. സെഞ്ചുറി ഭൂരിപക്ഷത്തിന്റെ ചരിത്ര വിജയമാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ ഇത്തവണ UDSF നേടിയത്. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ തന്നെ രണ്ടാം തവണ ഒരു പ്രതിപക്ഷ വിദ്യാർത്ഥി സഖ്യം സർവകലാശാല യൂണിയൻ നിലനിർത്തി. KSU MSF തർക്കം UDSFന് തിരിച്ചടിയാകുമെന്നായിരുന്നു തെരഞ്ഞെടുപ്പിന് മുൻപുള്ള വ്യാപക പ്രചാരണം. എന്നാൽ മുഴുവൻ ജനറൽ സീറ്റുകളിലും വിജയിച്ചാണ് മുന്നണി അതിനു മറുപടി നൽകിയത്. കേരളത്തിലെ വിദ്യാർത്ഥി വിരുദ്ധമായി മുന്നോട്ട് പോകുന്ന SFIക്കെതിരെയുള്ള ഒരു പ്രതിഷേധമാണ്. ഇന്ത്യയിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് ആണിയടിക്കലിന് തുടക്കമാണ് MSFും KSUവും ഈ സർവകലാശാലയുടെ തിരിമുട്ടത് ചെയ്തത്. ചെയർപേഴ്സൺ, ജനറൽ സെക്രട്ടറി പോസ്റ്റുകളിൽ MSF പ്രതിനിധികൾ ജയിക്കുന്നത് ഇതാദ്യമായാണ്. ഹരിതയുടെ അപവാദം കേട്ട PK നവാസ് ഒരു ഹരിത നേതാവിനെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഭരണമേൽപ്പിക്കുന്നു എന്ന സവിശേഷതയുമുണ്ട്. നല്ലൊരു യുസിമാരുടെ പിന്തുണ ഉള്ളതായിട്ട് നമ്മൾ UDSFന്റെ പാനലിൽ മുന്നണി വിജയിച്ചിരിക്കുകയാണ്. ഒരുപാട് നന്ദി എല്ലാവരോടും. ഗവർണർ വിഷയത്തിൽ സമരമുഖം തീർത്ത SFI സംസ്ഥാന സർക്കാരിന്റെ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകളിൽ ഒരക്ഷരം മിണ്ടാത്തതാണ് പരാജയത്തിന് കാരണമെന്ന ആരോപണമുയരും. വടക്കൻ കേരളത്തിലെ വിദ്യാർത്ഥികൾ SFIയെ കൈവിട്ടു എന്ന പ്രചാരണത്തിനും ശക്തി പകരുന്നതാണ് കാലിക്കറ്റ് സർവകലാശാലയിലെ UDSFന്റെ വിജയം. റിപ്പോർട്ടർ, തിരൂർ.